Welcome to the channel Swastha Foods. Hi everyone. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ആലു ഗോബിയാണ്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചെറിയ കോളിഫ്ലവർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് കോളിഫ്ലവറും പൊട്ടറ്റോയും കൂടെയുള്ള കറിയാണ്. അതിന് പിന്നെ വേറെ എന്തൊക്കെ ആവശ്യമെന്ന് നോക്കാം. ഇവിടെ ഞാനൊരു 2 പൊട്ടറ്റോ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ 2 പൊട്ടറ്റോ ഞാൻ പീൽ ചെയ്ത് നല്ലോണം ക്ലീൻ ചെയ്ത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് പീസ് ആക്കണം. പിന്നെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു വലിയ ഒനിയനാണ്. പിന്നെ 2 ടൊമാറ്റോ എടുത്ത് വെച്ചിട്ടുണ്ട്. 4 ഗാർലിക് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പീസ് ഇഞ്ചി. പിന്നെ നല്ലതായിട്ട് ചോപ്പ് ചെയ്ത ഫൈനലി ചോപ്ഡ് കൊറിയാണ്ടർ ലീവ്സ്. പൊട്ടറ്റോ ഞാനവിടെ ചെറിയ പീസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ടൊമാറ്റോ അരിഞ്ഞത്. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനുശേഷം ഒരു പാൻ വെക്കുക. പാൻ നല്ല ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തിലോട്ട് ഓയിൽ ഒഴിക്കാം. പാൻ ചൂടായി കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ ഇതിലൊരു 5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം നല്ല ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തിലോട്ട് നമ്മൾ എടുത്തു വെച്ചിട്ട് കോളിഫ്ലവർ ഇടാം. ഇത് നല്ലവണ്ണം വഴറ്റണം. മിക്സ് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഇളകി കൊടുക്കുക. ഇപ്പോൾ തന്നെ നമുക്ക് ഇട്ട് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇത് നല്ല വഴറ്റുക. നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഇഞ്ചി അരിഞ്ഞിടാം. അതുപോലെ തന്നെ ഗാർലിക് അരിഞ്ഞത്, നമ്മളെല്ലാം കൂടെ ഒന്നിച്ചിട്ടാണ് വഴറ്റുന്നത്. ഉള്ളി അരിഞ്ഞത്, മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ നല്ല വഴറ്റണം. നല്ല വഴറ്റണമെങ്കിൽ കോളിഫ്ലവറിന് അതിൻ്റെ ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ കോളിഫ്ലവർ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ നല്ലോണം മഞ്ഞളും നല്ലോണം ഉപ്പും ഇട്ടിട്ട് നല്ല കരിയിട്ട് വേണം എടുക്കാൻ. എന്നിട്ടാണ് ഇവിടെ നല്ല വഴണ്ട് വന്നിട്ടുണ്ട്. ഉള്ളിയൊക്കെ നല്ല വഴണ്ട് വന്നിട്ടുണ്ട്. പൊട്ടറ്റോയും കോളിഫ്ലവറൊക്കെ നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മസാല ആഡ് ചെയ്യാം. ഒരു 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ, ഒരു ടീസ്പൂൺ, പിന്നെ 1/4 ടീസ്പൂണും കൂടെ ചില്ലി പൗഡർ, ഞാൻ കൊറിയാണ്ടർ പൗഡർ ഇടാം. ഒരു 3 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ. ഇനി നമുക്ക് ഗരം മസാല ഇടാം. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. ഈ മസാല നമുക്ക് നല്ല ചൂടാക്കാം. മസാല നല്ല ചൂടാക്കാം. ഇപ്പോൾ മസാല നല്ല ചൂടായിട്ടുണ്ട്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഇടാം.
ഇത് വിട്ട് നല്ലോണം വഴറ്റണം. ഇപ്പോൾ മസാലയെല്ലാം നല്ലോണം ഇങ്ങനെ പുരണ്ട് നല്ല ഈവൻ ടൊമാറ്റോയും നല്ല വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനോട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്കിന്നത്തെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഉപ്പിട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യുക. ഇനി അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിക്കാം. ഇടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിൽ, പിന്നെ തിളച്ച് കഴിഞ്ഞ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാം ആലു ഗോബി നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. നിങ്ങൾ കുറുകി വരുന്നിടം വരെ ഇങ്ങനെ പറ്റിച്ചെടുക്കണം. എങ്കിലേ നല്ലോണം കോളിഫ്ലവർ വേഗത്തുള്ളൂ. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കൊറിയാണ്ടർ ലീവ്സ് ഇട്ട് കൊടുക്കാം. ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആലു ഗോബി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ഇപ്പം നമ്മുടെ ആലു ഗോബി റെഡി ആയിട്ടുണ്ട്. കോളിഫ്ലവറും പൊട്ടറ്റോയും കൂടെ വെച്ചുള്ള കറി. ഇത് നമുക്ക് ചപ്പാത്തി, റൊട്ടി, പൂരി, ഈവൻ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.